നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാട്ടൂർ പഞ്ചായത്ത് STU മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം മാട്ടൂർ സെൻട്രൽ MUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. STU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്തിയൂർ ഉദ്ഘാടനം ചെയ്തു. ഈ മോദി ഗവൺമെന്റ് അധികാരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. രണ്ടാളുകൾ കൊടുക്കുന്ന വിദേശത്തുള്ള കമ്പനികൾ, ആ കമ്പനികളെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ഓരോ പട്ടണത്തിലും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനെ ഒരു തൊഴിലാളി സംഘടനകളെ എതിർത്ത് ശക്തമായ തൊഴിലാളി സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അത് തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. ഒരിക്കലും തൊഴിലാളിയുടെ ഗവൺമെന്റ് അല്ല നമ്മുടെ കേരള ഗവൺമെന്റ്. നമുക്കറിയാം, ഇത് വിദേശ കുട്ടികൾക്ക് പണയപ്പെടുത്തിയ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. STU മോട്ടോർ മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. മാട്ടൂൽ മാടായി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാടിക്കൽ കടവ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലെന്നും ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മാട്ടൂൽ പഞ്ചായത്ത് STU മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതുതായി യൂണിയനിൽ അംഗത്വമെടുത്തവർക്ക് STU മോട്ടോർ ജില്ലാ പ്രസിഡന്റ് AP ഇബ്രാഹിം ID വിതരണം ചെയ്തു. മോട്ടോർ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച മാട്ടൂലിന്റെ ഹൃദയം കീഴടക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ ടീച്ചർക്ക് പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. മാട്ടൂൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ B മാട്ടൂൽ, ജനറൽ സെക്രട്ടറി VPK അബ്ദുൾ സലാം, STU ജില്ലാ ജനറൽ സെക്രട്ടറി PP നാസർ, STU മോട്ടോർ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ബദറുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി P അബ്ദുൾ ഷക്കൂർ, STU മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി E അബ്ദുൾ റാസിഖ്, വൈസ് പ്രസിഡന്റ് TP അബ്ദുൾ കരീം, SV സക്കരിയ, MK ജലാലുദ്ദീൻ, VK മുഹമ്മദ്, MP അഫ്സൽ, A രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി SV സക്കരിയ പ്രസിഡന്റ്, TP അബ്ദുൾ റഹ്മാൻ, MP അഫ്സൽ, K മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റ്, VK മുഹമ്മദ് ജനറൽ സെക്രട്ടറി, E സജീർ, NV അഷ്റഫ്, M അബ്ദുൾ സലാം ജോയിന്റ് സെക്രട്ടറി, T ബലരാമൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.